സിറിയൻ ആഭ്യന്തര യുദ്ധത്തിനൊപ്പം ചേർത്തു പറയുന്ന പേരാണ് അബൂ മുഹമ്മദ് അൽ ജുലാനി. അരനൂറ്റാണ്ടിലേറെ സിറിയയെ അടക്കി ഭരിച്ച അസദ് കുടുംബത്തിന്റെ ഭരണം അവസാനിപ്പിച്ചയാൾ. അസദ് ഭരണത്തെ തകർത്ത വിമത മുന്നേറ്റത്തിനെ നയിച്ച ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന സേനയുടെ തലവൻ. ആരാണ് ജുലാനി? അഹമ്മദ് ഹുസൈൻ അൽ ഷറ എന്നാണ് യഥാർത്ഥ പേര്. പിന്നീടാണ് അബൂ മുഹമ്മദ് അൽ ജുലാനിയായി അറിയപ്പെട്ടത്. അഹമ്മദ് ഹുസൈൻ അൽ ഷറയാണ് ജുലാനിയുടെ പിതാവ്. സിറിയയിലെ ഗോലൻ കുന്നുകളിലായിരുന്നു ഹുസൈന്റെ കുടുംബം താമസിച്ചിരുന്നത്. 1967 6 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഗോലാൻ പ്രദേശങ്ങൾ ഇസ്രായേൽ കൈയടക്കി. തുടർന്ന് അഹമ്മദ് ഹുസൈനും കുടുംബവും അവിടെ നിന്ന് കുടിയിറക്കപ്പെട്ടു. സിറിയയുടെ ഭരണം കൈയാളിയിരുന്ന ബാത്തിസ് ഭരണകൂടം അദ്ദേഹത്തെ തടവിലാക്കി. തടവ് ചാടി ഇറാഖിലേക്ക് രക്ഷപ്പെട്ട ഹുസൈൻ അൽ ഷറ അവിടെയാണ് ഉപരിപഠനം പൂർത്തിയാക്കിയത്. ഈ സമയത്ത് പലസ്തീൻ വിമോചന സംഘടനയുമായി സഹകരിച്ച അദ്ദേഹം ജോർദാനിലേക്ക് പോയി. 1970 സിറിയയിൽ മടങ്ങിയെത്തിയ ഹുസൈൻ ഹഫീസ് അൽ അസദിന്റെ സ്വച്ഛാധിപത്യത്തിനെതിരെ പോരാട്ടം നടത്തിയതിന് വീണ്ടും ജയിലിലായി. പിന്നീട് ജയിൽ മോചിതനായ അദ്ദേഹം സൗദി അറേബ്യയിൽ അഭയം തേടി. എണ്ണ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലിയിരിക്കെയാണ് 1982 അഹമ്മദ് ഹുസൈൻ അൽ ഷറ എന്ന മകൻ ജനിച്ചത്. 1989 ജുലാനിയും കുടുംബവും സിറിയയിൽ മടങ്ങിയെത്തി. 18 വയസ്സുള്ളപ്പോൾ നടന്ന ഫലസ്തീനിലെ രണ്ടാം ഇൻതിഹാദയാണ് ജുലാനിയെ പോരാളിയാക്കിയത്. 2003 അദ്ദേഹം ഇറാഖിലേക്ക് നീങ്ങി. തുടർന്നാണ് അൽ ഖയ്ദയിൽ ചേർന്നത്. 2006 ഇറാഖിൽ അമേരിക്കൻ സേന അറസ്റ്റ് ചെയ്ത ജുലാനി അബു ഖുറൈബ്, ക്യാമ്പ് ബുക്ക, ക്യാമ്പ് ക്രോപ്പർ, അൽ തജി ജയിൽ എന്നിവിടങ്ങളിലായി 5 വർഷത്തോളം തടവിൽ കിടന്നു. 2011 ജയിൽ മോചിതനാകുമ്പോഴാണ് അറബ് വസന്തത്തിന്റെ ഭാഗമായി സിറിയയിൽ വിപ്ലവം തുടങ്ങിയത്. തുടർന്ന് ജുലാനി സിറിയയിലെ ഇദ്ലിബിലെത്തി. ആ മേഖലയിൽ അൽ ഖ്വയ്ദയുടെ സ്വാധീനം ശക്തമാക്കുന്നതിൽ ജുലാനി നിർണായക പങ്കുവഹിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ്സിന്റെ തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി ജുലാനി പ്രവർത്തിച്ചു. ജയിൽ മോചിതനായ അദ്ദേഹത്തെ അൽ ഖ്വയ്ദയുടെ ശാഖ സ്ഥാപിക്കാനാണ് സിറിയയിലേക്ക് നിയോഗിച്ചത്. ഇദ്ലിബിനെ അൽ നുസ്ര ഫണ്ട് എന്ന വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാക്കിയത് ജുലാനിയാണ്. 2013 ഏപ്രിലിൽ അൽ ഖ്വയ്ദയുമായുള്ള ബന്ധം വേർപെടുത്തി സിറിയയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെ വ്യാപിക്കാൻ അൽ ബാഗ്ദാദി തീരുമാനിച്ചു. നുസ്ര ഫ്രണ്ടിനെ വിട്ട് ബാഗ്ദാദി ISIL എന്ന പുതിയ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു. ഇതിനോട് യോജിക്കാൻ കഴിയാതിരുന്ന ജുലാനി ബാഗ്ദാദിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു. ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന ATH. ചരിത്രപ്രധാനമായ ഇദ്ലിബ് പ്രവിശ്യയുടെ ഭരണം ഏറെ നാളുകളായി ഇവരുടെ കൈകളിലാണ്. അറബ് ഏകാധിപത്യ ഭരണകൂടങ്ങളെ വിറപ്പിച്ചുകൊണ്ട് 2011 അരങ്ങേറിയ അറബ് വസന്തത്തെ സിറിയയിൽ അതിക്രൂരമായാണ് അസദ് ഭരണകൂടം നേരിട്ടത്. വിപ്ലവകാരികളെ ക്രൂരമായി അടിച്ചമർത്തി അന്നു മുതൽ തുടരുന്നതാണ് ജുലാനിയുടെയും HDSന്റെയും അസദ് ഭരണകൂടത്തോടുള്ള പോരാട്ടം. 2016 മുതൽ ജുലാനി വിമോചിത സിറിയയുടെ സംരക്ഷകനായി തന്നെയും തന്റെ ഗ്രൂപ്പിനെയും പ്രഖ്യാപിച്ചു. 2017 ഇദ്ലിബ് കീഴടക്കിയ HDS സിറിയൻ വിമോചന സർക്കാരിലൂടെ അവിടെ തങ്ങളുടേതായ ഭരണകൂടവും ശക്തമായ സേനയും സ്ഥാപിച്ചു. സിവിൽ ഭരണവും വിദ്യാഭ്യാസവും ആരോഗ്യം, ജുഡീഷ്യറി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൊക്കെ സിവിൽ ഭരണം, വിദ്യാഭ്യാസം, ആരോഗ്യം, ജുഡീഷ്യറി, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിലൊക്കെ ഊന്നി തങ്ങളുടേതായ ഭരണ വ്യവസ്ഥ അവിടെ ഉറപ്പിച്ചു. 2014 ഐക്യരാഷ്ട്രസഭ, തുർക്കി, US, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവർ HDSനെ ഭീകര സംഘടനയായാണ് പ്രഖ്യാപിച്ചത്. അമേരിക്ക തലയ്ക്ക് 10 മില്യൺ വിലയിട്ട കൊടും ഭീകരനാണ് ജുലാനി. തന്റെ പൂർവ്വകാല ബന്ധങ്ങൾ ഉപേക്ഷിച്ച് സിറിയൻ ദേശീയതയ്ക്കായി നിലകൊള്ളുന്ന തങ്ങളെ ആഭ്യന്തര ജനതയുടെ അഭിലാഷങ്ങൾ പരിഗണിക്കാതെ ഭീകരവാദികളായി ചിത്രീകരിക്കുന്നത് ശരിയല്ലെന്നാണ് അൽ ജുലാനി പറയുന്നത്. ബഷർ അൽ അസദ് നാടുവിടുകയും വിമതസേന പിടിച്ചെടുക്കുകയും ചെയ്ത സിറിയയുടെ ഭാവി ഇനി അബൂ മുഹമ്മദ് അസദ് ഭരണം അവസാനിപ്പിച്ച സിറിയയുടെ ഭാവി ഇനി അബൂ മുഹമ്മദ് അൽ ജുലാനിയുടെയും HDSന്റെയും കൈകളിലാണ്.